ഇപ്പം ഞാൻ CBI മലയാളിൻ്റെ ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തത് വേണു നാഗവള്ളി വെച്ച് ചെയ്യാം. കിരീടം കിരീടമല്ല, വേറെ വേറൊരു സബ്ജക്ട്. വേണു നാഗവള്ളി എന്ന് പറയുന്നത് എൻ്റെ വൈഫിൻ്റെ ചേട്ടനാണ്, വൈഫിൻ്റെ വല്യമ്മയുടെ മകനാണ്. അപ്പം ചേട്ടനെ വെച്ച് ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് ഇരിക്കുന്ന സമയത്ത് ചേട്ടൻ ഒരു കഥ പറഞ്ഞു. ആ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കഥയിലോട്ട് ഒരു വലിയ താല്പര്യം വന്നില്ല. ആ കഥ പിന്നീട് സിനിമയായിട്ട് വന്നു. അശോക് കുമാർ, ഞാൻ പറഞ്ഞ ഈ അശോക് കുമാറും എൻ്റെ ബ്രദറുള്ള ശ്രീകാന്തും കൂടെ പ്രൊഡ്യൂസ് ചെയ്ത ആയിരപ്പറ. അപ്പോൾ ആ കഥ കേട്ടപ്പോൾ ഞാൻ ഒന്നത് അതിൻ്റെ ഒരു ലൈഫ് എനിക്ക് അത്രയും അങ്ങോട്ട് കറക്റ്റ് ആയില്ല. അങ്ങനെയാണ് CBI മലയാളിനെ വെച്ച് ചെയ്യാൻ ഞാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ CBI അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് CBIക്ക് താല്പര്യമായി. അപ്പോൾ CBIയുടെ തനിയാവർത്തനവും വിചാരണയൊക്കെ ഇറങ്ങിയിട്ട് കേൾക്കുന്ന സമയമാണ്. അപ്പം മാത്രമല്ല CBI ഞാനുമായിട്ടുള്ള പൂച്ചക്കര മൂക്കുത്തി പോലുള്ള ബന്ധമുണ്ടല്ലോ. അത് വെച്ചിട്ട് ഞങ്ങൾ ലോഹിയെ കണ്ടു. ലോഹി അന്ന് ട്രിവാൻഡ്രം അമൃതയിലുണ്ട്. ഞാൻ ചെല്ലുമ്പം, ഞാൻ CBI കൂടെ കയറി ചെല്ലുമ്പം ആ മുറിയിലോട്ട് ചെല്ലുമ്പം ഒരു കൈലി എടുത്ത് ജനലിൻ്റെ വെളിയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു തടിയനെയാണ് കാണുന്നത്. അപ്പോൾ ചെന്നു ഇരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് CBI പറഞ്ഞു, ഇങ്ങനെ എന്നെ പരിചയപ്പെടുത്തി കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് പറഞ്ഞു, നമുക്കിങ്ങനെ ഒരു സബ്ജക്റ്റിൻ്റെ കാര്യം ഇങ്ങനെ ലാലിനെ വെച്ച് ചെയ്യാൻ. അപ്പം CBIയോട് ചോദിച്ചത്, ഞാൻ അന്ന് ഇതിന് മുമ്പ് എങ്ങാണ്ട് ഈ കഥയുടെ ഒരു എലിമെൻ്റ് ലോഹിയുടെ മനസ്സിൽ കിടപ്പുണ്ട്, ചാലക്കുടി നടന്നൊരു സംഭവത്തിന്. അപ്പോൾ അച്ഛനെ അടിക്കുന്ന കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു മകൻ, അച്ഛനെ അടിക്കുന്ന കാണുന്ന ഒരു ഗുണ്ട, അവൻ ചാടി വീഴുന്നു, അവൻ്റെ ജീവിതം അതോടുകൂടി താറുമാറാകുന്നു. ഇത്രയാണ് പറയുന്നത്. അപ്പം എനിക്ക് തോന്നി ഇതിൻ്റെ അകത്തൊരു എലിമെൻ്റ് ഉണ്ട്, കണക്റ്റ്. കാര്യം എൻ്റെ അച്ഛനെ ഒരാളെ അടിക്കുന്ന കണ്ടുകൊണ്ടിരുന്നത് ഞാൻ നോക്കുകയും ഇപ്പം താങ്കളാണ് ആ ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ താങ്കൾ റിയാക്ട് ചെയ്തിരിക്കും. തിരിച്ചവളെ അടിക്കാൻ പോലുള്ള ശക്തി ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ പ്രൊട്ടക്ട് ചെയ്യുക. അങ്ങനെയുള്ള ഒരാളുടെ ജീവിതം നശിച്ചു. അതിലൊരു ഒരു നല്ലൊരു അംശം ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അതിന് കൈ കൊടുക്കുന്നു. അപ്പോൾ അവിടെ വെച്ച് കൈ കൊടുക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഈ കഥയാണ് എന്നുള്ളത് പറയുമ്പോഴത്തേക്ക് പലർക്കും ദിനേശ് പണിക്കർക്ക് ഉൾപ്പെടെ ആ കഥ എന്ന് വെച്ചാൽ ലാസ്റ്റിൽ വരുമ്പോഴത്തേക്ക് ലാലിനൊരു നെഗറ്റീവാണ്. ഞാൻ ആരെയും കുറ്റം പറയുന്നല്ലത്. ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ തെറ്റും പറയാൻ പറ്റില്ല. ഈ ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ നിന്നൊക്കെ ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു. അതെ, അതായത് പലർക്കും ആ സബ്ജക്റ്റ് പറ്റില്ല. അതായത് എൻ്റെ പാർട്ട്ണർക്ക് പറ്റില്ല, എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർക്ക് സെവൻ ആർട്സ് വിജയകുമാർ. അന്നെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഒരു സിനിമ എടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് മോഹൻലാലിൻ്റെ ഒരു ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഔട്ട് റേറ്റ് ആണ്. അപ്പോൾ ആരും ഫൈനാൻസ് വലുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനും ദിനേശ് പണിക്കരും കൂടെ ചിലവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം രൂപയുള്ള 75 വെച്ചൊക്കെ കണ്ട് ചിലവാക്കിയിട്ടുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ഇപ്പം അതിൻ്റെ കണക്കൊന്നും എനിക്കറിയില്ല. ബാക്കി ഡിസ്ട്രിബ്യൂഷനാണ്, അവരാണ് ഔട്ട് റേറ്റ് ആണ് ഈ പടം വാങ്ങിക്കുന്നത്. ഇത്ര രൂപ എന്ന് പറഞ്ഞ് വാങ്ങിക്കും. അതിൻ്റെ അകത്ത് നമ്മൾ തീർത്തു കൊടുക്കണം, ലാഭമായാലും നഷ്ടമായാലും നമ്മൾ സഹിക്കണം. അപ്പം ദിനേശ് പണിക്കർക്കൊരു ചെറിയ വിഷമം ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ. ലാലിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, അന്ന് ലാലിൻ്റെ ഒരു പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ നെഗറ്റീവാണ്. നെഗറ്റീവായാൽ ആ പടം ഓടില്ല. ഞാൻ പറഞ്ഞില്ല, അതില്ല, കുഴപ്പം വരില്ല. ഇതെന്തായാലും ഇതിൻ്റെ അകത്തൊരു എലിമെൻ്റ് ഉണ്ട്, നല്ലൊരു എലിമെൻ്റ് ഉണ്ട്. അത് അപ്പം പിള്ളേക്ക് അതൊരു ബുദ്ധിമുട്ടുമല്ല. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, തൽക്കാലം ഞാനതായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പം CBIക്ക് വേറെ സൈഡിൽ നിന്നൊക്കെ പ്രഷർ വന്നു തുടങ്ങി. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുണ്ട്, വിചാരിച്ച പോലെ പടമാവില്ല. സെവൻ ആർട്സ് ആയിരുന്നു ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അങ്ങനെ ഹോട്ടൽ ഗീതത്തിലൊരു മീറ്റിംഗ്, ക്ലൈമാക്സ് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു കാരണവശാൽ ക്ലൈമാക്സ് മാറ്റാൻ പറ്റില്ല. ഞാനും CBIയും ലോഹിയും ഉറച്ചു വന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്രോജക്റ്റ് മാറ്റാം, നമുക്ക് വേറെ ഈ പ്രോജക്റ്റ് ചെയ്യേണ്ടെന്ന് വെച്ചാൽ മതിയല്ലോ, ഇത് ഞാൻ വേറെ ചെയ്തോളാം, വേറൊരു സബ്ജക്റ്റ് ചെയ്യാം. വേറൊരു സബ്ജക്റ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് വേറൊരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ ലാലിന് ഡേറ്റ് പ്രശ്നമാവും. പുതിയൊരു കഥ ഉണ്ടാക്കി ആ കഥയ്ക്ക് അനുയോജ്യമായിട്ട് ലാലിനെ കൊണ്ടുവരാനായിട്ട് വീണ്ടും സമയമെടുക്കും. അപ്പം വിജയകുമാറിന് വലിയ താല്പര്യമില്ലാത്ത പോലെ അയാളായി. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇതിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആൾട്ടർനേറ്റീവ് എന്ന് വെച്ചാൽ ഈ സബ്ജക്റ്റ് നമ്മൾ പ്രത്യേകം മാറ്റി വെച്ചുകൊണ്ട് വേറൊരു
ഇതിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു സബ്ജക്റ്റ് കണ്ടെത്താനുള്ളൊരു കാലതാമസം, പിന്നെ അത് എഴുതി വരാനുള്ള. ഇതാകുമ്പോഴത്തേക്ക് ആധിപത്യാന്തം പുള്ളിയുടെ മനസ്സിൽ കിടക്കുന്ന ഒരു കഥയാണ്. ലാലിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അതെ, ലാലിനെ സംബന്ധിച്ചിടത്തോളം ലാലിന് ആദ്യം ഇവരൊക്കെ പറഞ്ഞതിൻ്റെ ഒരു പ്രഷർ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല, അത് എനിക്ക് വ്യക്തമല്ല. എങ്കിലും ലാല് ഇതിൽ ഉറച്ചു വന്നു, ചെയ്യാമെന്ന് പറഞ്ഞു. ലാല് എന്ത് വന്നാലും ചെയ്യാമെന്ന് പറഞ്ഞു. ലാല് ചെയ്യാന്ന് പറഞ്ഞതോടുകൂടി നമുക്കൊരു കോൺഫിഡൻസ്. പിന്നെ എന്ത് വന്നാലും നമ്മൾ പിന്നോട്ട് പോകാറ്. ഞാനും സെബിൻ ലാവുകയും ഇവിടെ അതിൽ നിന്നും രാമനിലയത്തിലിരുന്ന് കഥ എഴുതി തുടങ്ങി. ഒരാഴ്ച കൊണ്ട് അത് എഴുതി തീർത്തു. ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹം ഒറ്റ ഇരിപ്പിൽ എഴുതി തീർത്തു. കാര്യം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പേപ്പറിലാക്കിയാൽ മാത്രം മതി. ഒറ്റ ആഴ്ച രാമനിലയത്തിൽ റൂം നമ്പർ 21 പുള്ളി എഴുതി തീർത്തു. ആ റൂമൊക്കെ ഇപ്പോഴും ഉണ്ടോ? അത് എൻ്റെ ഇതൊക്കെ മാറിക്കാണും, ആ സെക്ഷനൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ ഒറ്റയടിക്ക് ആ കഥ എഴുതി തീർന്നു. അപ്പോൾ അതിലുള്ള ഒരു എന്താ വെച്ചാൽ അപ്പോഴത്തേക്ക് നമ്മൾ സോങ് റെക്കോർഡിങ് പ്ലാൻ ചെയ്ത് ഞങ്ങൾ മദ്രാസിലേക്ക് പോവുകയും ചെയ്തു. അവിടെ ഏറ്റവും വലിയ വേദന ഉണ്ടായി എനിക്ക്, ലോഹിയെ കൊണ്ടുപോകാൻ പറ്റിയില്ല. റെക്കോർഡിങ്ങിന് ലോഹിയെ കൊണ്ടുപോകാൻ പറ്റിയില്ല. ലോഹി വിളിരുന്ന് എഴുതി. അങ്ങനെ അത് കഴിഞ്ഞു 2 പാട്ടാണ് നമ്മൾ അതിൽ ചെയ്തത്. ഒന്ന് ഒരു പുതിയ സിംഗറാണ്, തമ്പി എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്താണ്. തമ്പി പാടിയ പാട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തു, പക്ഷേ സിനിമയിൽ ഉപയോഗിച്ചില്ല. ഞാൻ വേറൊരു കാര്യം അതിൻ്റെ ഇടയിൽ പറയാൻ ഞാൻ അത് മുതൽ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. സിനിമയിൽ ഞാൻ പടങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു ഫീൽഡിലെങ്കിലും ഒരാളെങ്കിലും കൊണ്ടുവരണം പുതിയതായി. കാര്യം ഞാൻ പുതിയതായിട്ട് വന്ന ലാലിൻ്റെ ഒറ്റ വാക്കിലാണ് ഞാൻ സിനിമ വന്നത്. അപ്പോൾ അത് വേണം എന്നുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ തമ്പി അത് പാടി, പക്ഷേ അത് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. കാര്യം പടത്തിൻ്റെ ലെങ്ത് കാര്യങ്ങൾ വന്നപ്പോൾ അത് കട്ട് ചെയ്യേണ്ടി വന്നു. അത് അതേപോലെ പ്രദീപ് ശക്തിയായിരുന്നു നമ്മൾ ഫിക്സ് ചെയ്തില്ല. അപ്പോൾ പ്രദീപ് ശക്തിക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെയാണ് കലാടൂർ ഇയാളുടെ കാര്യം പറയണം. അമ്മു ഹോട്ടലിൽ പോയി ഇയാളെ കാണുന്നു. ഞങ്ങൾ നേരെ ഇയാളെയും വിളിച്ചുകൊണ്ട് ലോഹി എടുത്തു കൊണ്ട് ലോഹി പറഞ്ഞു ഇത് മതി, ഇത് തീരുമാനിച്ചു. ലോഹി സിവിയും തീരുമാനിക്കുന്നു. അങ്ങനെ അത് ചെയ്തു. അപ്പോൾ അതിനു മുമ്പ് വേറൊരു വലിയ ഇഷ്യൂ ഉണ്ടായതെന്ന് വെച്ചാൽ ഞങ്ങൾ പാലക്കാടാണ് ലൊക്കേഷൻ ഫിക്സ് ചെയ്തത്. അപ്പോൾ അന്ന് എൻ്റെ കൂടെ പഠിച്ച ജിജി തോമസനാണ് അവിടുത്തെ കളക്ടർ. അപ്പോൾ ജിജിയെ പോയി കണ്ടപ്പോൾ ജിജി പറഞ്ഞു എന്ത് വേണമെങ്കിലും സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ ഏത് ഇത് വേണമെങ്കിലും അപ്പം നിങ്ങൾ പറഞ്ഞാൽ മതി, അവിടെ പെർമിഷൻ തരാം. അങ്ങനെ ഞങ്ങൾ അവിടെ ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള ലൊക്കേഷൻസ് കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തിലകൻ ചേട്ടൻ്റെ ഒരു ഇഷ്യൂ വന്നത്. തിലകൻ ചേട്ടൻ 2 പടത്തിൽ അഭിനയിക്കുകയാണ് തിരുവനന്തപുരത്ത്. രാജീവ് കുമാറിൻ്റെ ചാണക്യനിലും വർണ്ണം എന്ന് പറഞ്ഞ അശോകൻ്റെ വർണ്ണം എന്നുള്ള പടത്തിലും തിരുവനന്തപുരത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ വന്ന് അഭിനയിക്കാൻ പറ്റില്ല, ദൂരെ പോയി വരാൻ പാടില്ല. അതെ. അപ്പം പറഞ്ഞു ഒരു കാര്യം ചെയ്യുണ്ടി, എന്നെ വിട്ടേക്ക്, നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ചാൽ. നമ്മൾ ഞാനും സെബിയും ലോഹി എല്ലാവരും തീർത്ത് പറഞ്ഞു ചേട്ടനില്ലെങ്കിൽ നമ്മൾ ഈ പടം ചെയ്യുന്നില്ല, മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേറൊരു ആൾട്ടർനേറ്റീവ് ഉണ്ട്, ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് ലൊക്കേഷൻ മാറ്റാം. അപ്പോൾ പറഞ്ഞു ശരി, നിങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് മാറ്റിക്കോളൂ, ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ കിട്ടുന്ന സമയം വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. അങ്ങനെ നേരെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വന്നു. ട്രിവാൻഡ്രത്ത് ആര്യനാട് പോയി, ആ കവല, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളെല്ലാം അവിടെ നിന്ന് കിട്ടാവുന്ന സ്ഥലങ്ങളെല്ലാം തപ്പിയെടുത്തു. ഇപ്പം കുമാർ നേമത്ത്, ഇപ്പം കിരീടം പാലം എന്ന് പറയുന്നത് നേമത്താണ്. അത് അതെ അതെ എസ് കുമാറിൻ്റെ ഇതാണ്. അതിപ്പം കിരീടം പാലമായിട്ട് അറിയപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഫിക്സ് ചെയ്ത് ഷൂട്ടിങ് തുടങ്ങി. 23 ദിവസം കൊണ്ട് പരിപൂർണമായിട്ട് ഷൂട്ടിങ് തീർത്തു. കിരീടം മൊത്തം 23 ദിവസം കൊണ്ട്.